അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾക്ക് റിവൈസ് ചെയ്യാൻ പറഞ്ഞ ടോപ്പിക്കുകൾ ഒന്ന് ഗിയർ ഡ്രൈവ് ആയിരുന്നു, രണ്ടാമത് മെഷീൻ സ്ക്രൂ, മൂന്നാമതായിട്ടുള്ളത് ഫൗണ്ടേഷൻ ബോൾട്ടുകൾ, നാലാമത്തേത് വെൽഡഡ് ജോയിന്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു കൃത്യമായി തന്നെ നോക്കി വരാൻ പറഞ്ഞത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അനാലിസിസ് സെക്ഷൻ ആണ്. അപ്പൊ എല്ലാവരും തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാതിരിക്കരുത്. ധൈര്യമായിട്ട് ആൻസർ ചെയ്തോ. ഇപ്പൊ തെറ്റിക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. മാർക്ക് എത്ര കിട്ടുന്നുണ്ടോ നോട്ട് ചെയ്തും കൂടെ വെച്ചേക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് കട്ടിംഗ് ഗ്രൂവ്സ് ഓർ ടീത്ത് ഓൺ ദി സിലിണ്ടറിക്കൽ സർഫേസ് ഓഫ് വീൽസ് ഇൻ ഗിയർ ഡ്രൈവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്വിക്ക് റീക്യാപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരണം. സ്പർ ഗിയർ ഉണ്ട്, ഹെലിക്കൽ ഗിയർ ഉണ്ട്, ഡബിൾ ഹെലിക്കൽ ഗിയർ ഉണ്ട്, ബിവൽ ഗിയർ ഉണ്ട്, സ്പൈറൽ ഗിയർ ഉണ്ട്, ഹൈപ്പോയിഡ് ഗിയർ ഉണ്ട്, വോം ഗിയർ ഉണ്ട്, വീണ്ടും അഗൈൻ ബിവൽ ഗിയറിന്റെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മീറ്റർ ഗിയർ ഉണ്ട്, ആംഗുലാർ ബിവൽ ഗിയർ ഉണ്ട്, ക്രൗൺ ബിവൽ ഗിയർ ഉണ്ട്, ഇന്റേണൽ ബിവൽ ഗിയർ ഉണ്ട്. ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലേക്ക് ശടപടയെന്ന് കയറി വരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കൃത്യമായി ആൻസർ ചെയ്യാം. ഏതൊരു ആൻസർ, എന്തൊരു ആൻസർ, എല്ലാവരും ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ടു പ്രിവെന്റ് സ്ലിപ്പിംഗ് ബിറ്റ്വീൻ വീൽസ് ഇസ് ദ റൈറ്റ് വൺ, അല്ലേ? കാരണം നമ്മൾ എന്തിനാണ് ഒരു സിലിണ്ടറിക്കൽ സർഫേസിൽ ടീത്തുകൾ കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ: the wheel with the teeth on their periphery used in gear drive are called chain wheels, spur pulleys, toothed wheels or gears, fly wheels. Basic question. Question number 2 എന്തായിരിക്കും? 2C അല്ലേ? toothed wheels അല്ലെങ്കിൽ ഗിയർ. കാരണം ഈ പുള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം വരേണ്ട. കാരണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ടീത്ത് ഉണ്ട് എന്ന് പറയുന്നത്. Next question. Spur gears are used when shafts are parallel to each other, shafts are intersecting, shafts are at right angles, shafts are non-intersecting. ഏതുവരെ ആൻസർ? എന്തുവരും ആൻസർ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്പർ ഗിയർ ആണ്, പാരലൽ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നു, സ്പീഡ് റേഷ്യോ മീഡിയം ആണ്, നോയ്സ് കുറച്ച് കൂടുതലായിരിക്കും സ്പർ ഗിയറിന്. അത് ജസ്റ്റ് പാരലൽ ഷാഫ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാത്രം ഓർത്തിരിക്കാം. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീത്തുകൾ ജസ്റ്റ് എന്തായിരിക്കും? ആംഗിൾഡ് ടീത്ത് ആയിരിക്കും, അല്ലെ? ആംഗിൾഡ് ടീത്ത് ആയിരിക്കും ഹെലിക്കൽ ഗിയറിനെ സംബന്ധിച്ച്. പാരലൽ ഷാഫ്റ്റ് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെറിംഗ് ബോൺ ഗിയർ എന്നറിയപ്പെടുന്നു, അല്ലെ? ആക്സിൽ ത്രസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിക്കൽ ടീത്തുകളാണ് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ യൂസ് ചെയ്യുന്നു. സ്പൈറൽ ബിവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കർവ്ഡ് ടീത്തുകളാണ് വളരെ സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹൈപ്പോയിഡ് ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഫ്റ്റുകൾ തമ്മിൽ ഓഫ്സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. കാറിൽ യൂസ് ചെയ്യുന്ന ഹൈപ്പോയിഡ് ഗിയർ ആണെന്ന് പറഞ്ഞു. വോം ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂജ് സ്പീഡ് റിഡക്ഷന് യൂസ് ചെയ്യുന്നത് വോം ഗിയർ ആണ്. പിന്നെ നമ്മൾ മീറ്റർ ഗിയർ പഠിച്ചു. ഈക്വൽ ടീത്ത്, ഷാഫ്റ്റ് അറ്റ് 90 ഡിഗ്രി. രണ്ട് പോയിന്റ് നമുക്ക് പഠിക്കാൻ പറഞ്ഞല്ലേ. ആംഗുലാർ ബിവൽ ഗിയർ എന്ന് പറയുന്നത് അതർ ദാൻ 90 ഡിഗ്രി. ക്രൗൺ ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇന്റേണൽ ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനുള്ളിൽ ഇന്റേണലി കട്ട് ചെയ്യുന്നതിനെ നമുക്ക് ഇന്റേണൽ ബിവൽ ഗിയർ എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പലതവണ കയറി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുള്ളൂ? ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഷാഫ്റ്റ് അറ്റ് പാരലൽ ടു ഈച്ച് അതർ വിൽ ബി ദ റൈറ്റ് ആൻസർ ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ. Next question. The main advantage of spur gear drive is silent operation, compact design and high efficiency, power loss about 10%, used only for light load. The main advantage of spur gear. Spur gear ന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. Question number 4. ഏത് വരും? ബി വരും, അല്ലെ? അഡ്വാൻറ്റേജ് അല്ലേ? കോമ്പാക്ട് ഡിസൈൻ ആണ്, എഫിഷ്യൻസി. അതായത് ഹൈ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴും നമുക്ക് ഈ നമ്മുടെ ബെൽ ഡ്രൈവ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന 99% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് സ്ലിപ്പ് നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊഫഷണൽ എക്യുപ്മെന്റ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? സ്പർ ഗിയർ തന്നെയാണ്. പക്ഷെ അത്ര കുറച്ച് നോയ്സി ഒക്കെ ആയിരിക്കും. ഇൻ ഹെലിക്കൽ ഗിയർ ദ ടീത്ത് ആർ straight and parallel to axis in the form of helix, cut in zigzag form, crossed at 90 degree. ഹെലിക്കൽ ഏത് വരും? പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അല്ലെ?
ടീത്ത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഹെലിക്സ് ആയിരിക്കും അല്ലെ? ടീത്ത് ആർ ഹെലിക്സ് ഫോം. ഓക്കെ. സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ടു ആക്സിസ് വരികയാണെങ്കിൽ എന്താണ്? സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ടു ആക്സിസ്. സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ടു ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇത് വരും, സ്പർ ഗിയർ. സ്പർ. Next question. Which of the following is not an advantage of helical gears? Silent operation, absence of vibration, noisy operation, high velocity ratio. Question number 6. ഒന്നും ചിന്തിക്കണ്ട, കാരണം സൈലന്റ് ഓപ്പറേഷൻ എന്നുള്ളതാണ് ഹെലിക്കൽ ഗിയറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നോയ്സി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിട്ട് വല്ല അഡ്വാൻറ്റേജ് ആയിട്ട് വരില്ല. ഓക്കെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡബിൾ ഹെലിക്കൽ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ? ഈ ഡബിൾ ഹെലിക്കൽ ഗിയറിന്റെ വേറൊരു പേരെന്താണെന്ന് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. എന്താണ്? ഹെറിംഗ് ബോൺ. ഹെറിംഗ് ബോൺ. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം. ക്വസ്റ്റ്യൻ നമ്പർ 7. എന്താണ്? ആക്സിയൽ ട്രസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ഈ രണ്ട് ഗിയറുകൾ വെക്കുന്നതിന്റെ ഉദ്ദേശം. ഓർത്തിരിക്കുക കേട്ടോ. Bevel gears are used to connect shafts that are parallel, intersecting, non-intersecting and parallel, perpendicular only. Question number 8. Question number 8. കൃത്യമായി ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാം. Bevel gears are used to connect shafts that are ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെ? ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ. ഓക്കെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവുക, ഈ രീതിയിൽ. ഓക്കെ. അടുത്തത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. നേരെ തിരിഞ്ഞു പോയി. ഇതിന്റെ ഷാഫ്റ്റ് ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. പെർപെൻഡിക്കുലർ ഓൺലി നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് ടൈപ്പ് ഓഫ് ബിവൽ ഗിയറുകൾ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറലി റൈറ്റ് ആംഗിളിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പെർപെൻഡിക്കുലർ ഓൺലി എന്ന് പറയാൻ പറ്റില്ല, കാരണം ടൈപ്പ് ഓഫ് ബിവൽ ഗിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നെക്സ്റ്റ്. In worm and worm wheel gearing, the shafts are parallel, intersecting, non-intersecting and perpendicular, coaxial. Number 9. നോൺ ഇന്റർസെക്ടിങ് ആൻഡ് പെർപെൻഡിക്കുലർ ഷാഫ്റ്റുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വോം ആൻഡ് വോം വീൽ യൂസ് ചെയ്യാം. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നെക്സ്റ്റ്. The teeth of bevel gears are formed on which type of surface? Cylindrical, flat, conical or helical? The teeth of bevel gears are formed on which type of surface? Cylindrical, flat, conical or helical? കോണിക്കൽ സർഫേസുകളാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. What is the main function of worm and worm wheel gear arrangement? To increase speed ratio, to obtain large velocity reduction, to transmit motion between parallel shafts, to transmit small power at high speed. To obtain large velocity reduction. To obtain large velocity reduction. സാധാരണഗതിയിൽ ലാർജ് വെലോസിറ്റി റിഡക്ഷൻ വേണ്ടി വരുന്ന ഒരു ഏരിയയാണ് ഇൻഡെക്സിംഗ് മെക്കാനിസം എന്ന് പറയും. ഇൻഡെക്സിംഗ് മെക്കാനിസം. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെരിഫറി നമ്മൾ ഗിയർ കട്ട് ചെയ്യണ്ടേ? ഈ ഗിയർ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഗിയർ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരച്ച് നമ്മൾ ഇങ്ങനെ വരച്ച് ഗിയർ നമ്മൾ വരച്ച് കഴിയുമ്പോൾ അവസാനം എത്തുമ്പോഴേക്കും നമ്മൾ 12 ഗിയർ എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ടാവുക. വരച്ചെത്തിയപ്പോഴേക്കും ഇതേ ഒരെണ്ണം വലുതായി പോയി അല്ലേ? ഒരെണ്ണം അവിടെ വലുതായി പോയി. ഇതെല്ലാം 1, 2, 3, 4, 5, 6 റെഡി ചെയ്യുന്നു. 7ാമത്തെ ഗിയർ എത്തിയപ്പോഴേക്കും അതിന്റെ സൈസ് ഇച്ചിരി കൂടുതലാണ് അല്ലെ? അതിന്റെ സൈസ് ഇച്ചിരി കൂടുതലാണ്. ഇത് നമുക്ക് ആക്ച്വലി എവിടെ പറ്റില്ല? നമ്മൾ ഒരു ഗിയർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ പെരിഫറിനെ ഈക്വൽ ആയിട്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സിംഗ് വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ട്.
അപ്പൊ അവിടേക്ക് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ടീത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് വരാം. ഇല്ല, അവിടെ ലാർജ് സ്പീഡ് റിഡക്ഷൻ കയറി വരണം, ലാർജ് സ്പീഡ് റിഡക്ഷൻ വരണം. ആ ലാർജ് സ്പീഡ് റിഡക്ഷൻ ഇൻ ഇൻഡെക്സിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെന്റ് ആണ് വോം ആൻഡ് വോം വീൽ ഗിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? ഓക്കെ, സാധാരണ ഒരു 40 ടീത്ത് എന്താ പറയാ വോമൊക്കെ ആയിരിക്കും നമ്മൾ വോമിലൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ 40/n എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ പണ്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതിൽ വലിയ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In worm gear set, the driving member is called worm wheel, worm, spiral gear, pinion. ഡ്രൈവിംഗ് മെമ്പർ, പവർ കൊടുക്കുന്ന ആളെ എന്താണ് പറയുന്നത്? പവർ കൊടുക്കുന്ന ആളെ എന്താണ് പറയുന്നത്? എന്ത് പറയും? എന്ത് പറയും? ആലോചിച്ച് ആൻസർ ചെയ്യാം. പവർ കൊടുക്കുന്ന ആളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ ഗിയർ ആണ് പവർ കൊടുക്കുക അല്ലെ. വോം ഉണ്ട്, വോം വീൽ ഉണ്ട്. വോം ഉണ്ട്, വോം വീൽ ഉണ്ട്. വോം ആൻഡ് വോം വീൽ. വീൽ എന്ന് പറയുന്നത് പവർ റിസീവ് ചെയ്യുന്ന, കാരണം ലാർജ് സ്പീഡ് റിഡക്ഷൻ ആണ് പറയുന്നത് അല്ലെ. അപ്പൊ സ്പീഡ് റിഡക്ഷൻ ഈസ് അവർ ഔട്ട്പുട്ട്. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക. സ്പീഡ് റിഡക്ഷൻ ഈസ് അവർ ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞില്ലേ 40 ടീത്ത് ഗിയറിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അതായത് അതിന് മെക്കാനിക് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു തവണ, അതായത് ഇത് ഒരു വോം വീലാണെന്ന് വിചാരിക്കാം. നേരെ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ട് കേട്ടോ, ഞാൻ എന്നാലും വെറുതെ കാണിച്ചില്ല. ഇത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് 40 ഒരു തവണ റൊട്ടേറ്റ് ആവുള്ളൂ. അതായത് ഇത് ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഒരു പൊട്ടിക്കേ നീങ്ങുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്പീഡ് റിഡക്ഷൻ കൊണ്ടുവരാം. അപ്പൊ സ്പീഡ് റിഡക്ഷൻ കൊണ്ടുവരണമെങ്കിൽ ചെറിയ ആളായിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്. ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്പീഡ് റിഡക്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് വലിയ ഗിയർ ആയിരിക്കില്ലേ നമ്മൾ ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, വലിയ ഗിയർ ആയിരിക്കും ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഡ്രൈവിംഗ് മെമ്പർ ആളായിരിക്കും, നമ്മൾ പവർ കൊടുക്കുന്ന ആളായിരിക്കും. ദിസ് ഇസ് ഔട്ട്പുട്ട്. അപ്പൊ ലാർജർ വീലിൽ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. അതെന്ന് പറയുന്നത് വോം വീലായിരിക്കും. അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡ്രൈവിംഗ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന ആളാണ്, ഡ്രൈവറാണ്. ഇൻപുട്ട് കൊടുക്കുന്ന ആൾ ആരായിരിക്കും? വോം ആയിരിക്കും. ക്ലിയർ? ക്ലിയർ അല്ലെ? ആക്ച്വലി വോം ആൻഡ് വോം ഗിയറിന്റെ നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ലാർജ് സ്പീഡ് റിഡക്ഷൻ ആണ്. ലാർജ് സ്പീഡ് റിഡക്ഷൻ എന്ത് ചെയ്യണം? ഒരെണ്ണം ഇങ്ങനെ ചടപട കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറം കണക്ട് ചെയ്ത ആള് മെല്ലെ കറങ്ങണം. എങ്കിൽ മാത്രമാണ് സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെഡ്യൂസ് ചെയ്യുന്ന വീല് വലുതായിരിക്കണം. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടിലേക്കാണ്, അപ്പൊ ഡ്രിവണിലേക്കായിരിക്കും. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ആണ്. അപ്പൊ ഡ്രൈവർ എന്തായിരിക്കും? വോം ആയിരിക്കും. കാരണം നമ്മൾ അറേഞ്ച്മെന്റിന്റെ പേരെന്താണ്? വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ് എന്നാണ് അല്ലെ. വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ്. ദിസ് ഈസ് ഡ്രൈവർ, ദിസ് ഈസ് ഡ്രിവൺ. ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിപ്പോകരുത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ അല്ലേ? ശ്രുതി, പ്രണവ്, വിഷ്ണു, സജ്ജിനി, ജയരാജ്. ഓക്കെ, question. What type of shaft are connected by spiral gear? Parallel, intersecting, non-parallel, non-intersecting, parallel, perpendicular shaft, intersecting shaft only. Spiral gear. Spiral. Spiral gear. നോൺ പാരൽ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റുകൾ കണക്ട് ചെയ്യാനാണ് സ്പൈറൽ ഗിയർ യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, സ്പൈറൽ ഗിയറിൽ വരുന്ന ഒന്നാണ് ഹൈപ്പോയിഡ് ഗിയർ. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം? ടു ട്രാൻസ്മിറ്റ് റോട്ടറി മോഷൻ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ്, to convert rotary motion into reciprocating motion, to convert circular motion into rectilinear motion, to reduce speed. ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് തെറ്റിപ്പോയി ക്വസ്റ്റ്യൻ ഒക്കെ. ആൻസർ കൃത്യമായി ആലോചിച്ച് മാത്രം ചെയ്യുക. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാണ്. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കണം?
ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ വേണം അല്ലെ, റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യുക എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയും. ഏതുവരും റെക്റ്റിലീനിയർ മോഷനിലേക്ക് കൺവേർഷൻ വരണം. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ക്ലിയർ? ഓരോ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ്, ഇപ്പൊ നമ്മള് ഡയറക്ഷൻ കൺട്രോൾ ഹെൽവിൽ നമ്മൾ ഇത് പഠിച്ചില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കാന്ന് പറയില്ലേ, എയർ കൊടുക്കുക. അപ്പൊ ഇങ്ങോട്ടേക്ക് എയർ വരുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകും, ഇവിടെ നിന്ന് എയർ കൊടുക്കുന്നു ഇങ്ങോട്ട് പോകും. ദിസ് കോൾഡ് റെക്റ്റിലീനിയർ, ദിസ് കോൾഡ് ടു ആൻഡ് ഫ്രോ മോഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ക്ലിയർ? ഇപ്പൊ നമ്മൾ എഞ്ചിൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സിലബസിൽ ഇല്ല, പണ്ടതാണെങ്കിൽ അതവിടെ ക്ലിയർ ആയിരുന്നു. കാരണം നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് വെച്ചിട്ട് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, പിസ്റ്റന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങിയിട്ടാണ്, കണക്ഷൻ റോഡ് വഴിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തിക്കുക റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകണമെന്നില്ല, അതിന് അങ്ങനത്തെ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ബട്ട് ട്രാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസത്തിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ മോഷനെ റെക്റ്റിലീനിയർ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കൃത്യമായി അർത്ഥം മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യുക. 2 തവണ എപ്പോഴും വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. നെക്സ്റ്റ്, the rack can be considered as helical gear of finite diameter, spur gear of infinite radius, bevel gear of large cone angle, worm gear with a single thread. Rack can be considered as the rack. Spur gear of infinite radius എന്നറിയപ്പെടുന്നത് റാക്ക് ആണ്. കാരണം നമ്മൾ കാണുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, നമ്മൾ കാണുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇത് പഠിക്കാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഓട്ടോ കാർഡിൽ ഒരു സർക്കിൾ എടുക്കുക. ഓട്ടോ കാർഡിൽ ഒരു സർക്കിൾ എടുത്തിട്ട് ജസ്റ്റ് സൂം ചെയ്ത് അങ്ങ് പോവാം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ലൈൻ പോലെ തോന്നുന്നത്. ക്ലിയർ? ഇത് മറന്നു പോവാതിരിക്കാൻ ഞാൻ പറയുന്ന ടെക്നിക്കാണ്. ഒരു സർക്കിളില് നമ്മൾ ഓട്ടോ കാർഡിൽ എടുക്കുക, സൂം ചെയ്ത് ഒരു കണ്ടീഷനില് നമ്മൾ ആ ഒരു പോയിന്റ് എങ്ങനെ വരും, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഫീൽ ചെയ്യൂ അല്ലേ? ചെയ്യില്ലേ? ഇപ്പൊ നമ്മള് ഭൂമിയിൽ കൂടെ ഒരു മൈതാനത്ത് കൂടെ നടക്കുകയാണ് അല്ലെ, ഒരു മൈതാനത്തോടെ നടക്കുകയാണ്. ബട്ട് ആക്ച്വലി ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ എന്താണ്, ഒരു കർവിലാണ്. ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഒരു സ്പർ ഗിയറിന്റെ ടീത്തുകളായിക്കൂടെ റാക്ക്? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. ഓക്കെ, ഒരു കാരണവശാലും ഇത് തെറ്റിപ്പോരുതേ. ഇത് നേരെയാണല്ലോ, പിന്നെ എന്താ അങ്ങനത്തെ ഒരു വർത്തമാനം പറയുന്നതെന്നൊന്നും വിചാരിക്കരുത്. ഇൻഫിനിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞ ടൈം അതുകൊണ്ടാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, what is the main function of a grub screw in mechanical assemblies? മെക്കാനിക്കൽ അസംബ്ലീസിൽ എന്തിനാണ് ഗ്രബ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. To fasten 2 plates permanently, to transmit motion between gears, to hold 2 parts in position and resist relative motion, to provide lubrication between parts. 16 C, to hold 2 parts in position and resist relative motion is the right answer in this question. Okay, ആരും തന്നെ തെറ്റിക്കൂല. Simple. Next question. Which of the following is a type of grub screw point as per IS 6094? 6094 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഗ്രബ് സ്ക്രൂ ഏതൊക്കെയാണെന്ന് അറിയണം. ഫ്ലാറ്റ് പോയിന്റ്, സ്ക്വയർ പോയിന്റ്, ഹെക്സണൽ പോയിന്റ്, ക്രോസ് പോയിന്റ്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രബ് സ്ക്രൂ പോയിന്റുകൾ പഠിച്ചപ്പോൾ അതിൽ ഏതാണ് ഈ കാണുന്നതിൽ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കിയേ. ഒന്ന് ആലോചിക്കുക, ആൻസർ ചെയ്യും. ദാറ്റ് ഈസ് ഫ്ലാറ്റ് പോയിന്റ് അല്ലേ? സ്ക്വയർ പോയിന്റും ഹെക്സണൽ പോയിന്റും ക്രോസ് പോയിന്റും നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫ്ലാറ്റ് പോയിന്റ്, 2 കോൺ പോയിന്റ്, പിന്നെ ഫുൾ ഡോഗ് പോയിന്റ്, പിന്നീട് ഹാഫ് ഡോഗ് പോയിന്റ്, പിന്നെ കപ്പ് പോയിന്റ്, പിന്നെ കോണിക്കൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിലായിരിക്കും കയറി വരിക. കാരണം താഴെ പറയുന്നവയിൽ ഏതെയാണ്, കാരണം ISOട് പറയുന്നത് അതിനെ ഒരു ക്വസ്റ്റ്യന്റെ സ്പെസിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്, പിന്നെ നമുക്ക് അതിൽ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഗ്രബ് സ്ക്രൂ പോയിന്റ് ആസ് പെർ IS 6094 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമൊന്നുമില്ല.
ഇനി നിങ്ങൾ വേറെ റെഫറൻസ് എടുത്തിട്ട് അല്ല ഇതല്ല ഫ്ലാറ്റ് പോയിന്റ് മാത്രമല്ല സ്ക്വയർ പോയിന്റ് ഉണ്ടല്ലോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് IS കോഡ് കൂടെ വിട്ടു തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, നമ്മൾ ഏത് ആൻസർ കീ വന്നു കഴിഞ്ഞാലും ഗൂഗിളിൽ നമുക്ക് വേണ്ട ആൻസർ കിട്ടുന്നതുകൊണ്ട് എല്ലാ കീക്കും നമുക്ക് ചാലഞ്ച് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫ്ലാറ്റ് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which tool is used to operate hexagonal socket set screws? Screwdriver, Allen key, adjustable spanner, torque wrench. Which tool is used to operate hexagonal socket set screws? Screwdriver, Allen key, adjustable spanner, torque wrench. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് അലൻ കീ എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാം. ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ബേസിക് ലെവലിൽ ചില സമയത്തൊക്കെ നമുക്ക് എന്താവാം, ഈ പറയുന്ന ഒരു ഡൗട്ട് വരാം. കാരണം ഇവിടെ സെറ്റ് സ്ക്രൂ എന്ന് മാത്രം വന്നിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്നേനെ. പക്ഷെ ഹെക്സഗണൽ സോക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അലൻ കീയിലേക്ക് പോവാം. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് എ ഗ്രബ് സ്ക്രൂ ഫ്രം എ സെറ്റ് സ്ക്രൂ? ഗ്രബ് സ്ക്രൂ ഹാസ് എ ഹെഡ്. Grub screw is headless and shorter. Set screw has no head. Grub screw is used only for wooden parts. ഗ്രബും സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ബി അല്ലെ? ഗ്രബ് സ്ക്രൂ എന്ന് പറയുന്നത് ഹെഡ്ലെസ് ആണ് ആൻഡ് ഷോർട്ടർ. ഓക്കെ, ഷോർട്ടർ ഇൻ ലെങ്ത്. അതായത് സെറ്റ് സ്ക്രൂമായി കമ്പാരിസൺ വരുമ്പോഴാണ് ഈ രണ്ട് പോയിന്റുകൾ കയറി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following is not a common head type of set screw? Square head, cheese head, twister head, hexagonal nut head. Again, one more tricky question. Which of the following is not a common head type of a set screw? Square head, cheese head, twister head, hexagonal nut head. ആലോചിച്ച് നോക്കിയേ, സെറ്റ് സ്ക്രൂവിന്റെ ടൈപ്പുകൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് സ്ക്രൂവിന്റെ ടൈപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇതുപോലുള്ള കുറെ ഹെഡുകൾ പഠിച്ചു. കണ്ടാ, ഇങ്ങനെ കുറെ ഹെഡുകൾ പഠിച്ചു. സിലിണ്ടറിക്കില് ഫ്ലിസ്റ്റർ, കൗണ്ടർ സങ്ക്, കോളർ ഹെഡ് തുടങ്ങിയ കുറച്ച് പേരുകൾ. പക്ഷെ ഹെക്സഗണിൽ പഠിച്ചിട്ടില്ല. അപ്പൊ ഹെക്സഗണൽ നെറ്റ് ഹെഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ കയറി വരുമ്പോൾ ഇമേജിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഈ പാരഗ്രാഫ് നമ്മളിൽ ഉണ്ട്. കോമൺ സെറ്റ് സ്ക്രൂ ഹെഡ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് സ്ക്വയർ, ചീസ്, ഫിസ്റ്റർ, കൗണ്ടർ സങ്ക് ആൻഡ് കോളർ എന്ന് പറഞ്ഞ എടുത്ത് പറയുന്നുണ്ട്. മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. നെക്സ്റ്റ്, ആസ് പെർ IS 2386, what designation is used for slotted grip screw having a conical end? ACJE. As per IS 2386, what designation is used for a slotted grip screw having conical end? ACJE. ഏത് വരും? ഇതും ആ ടേബിൾ ഒന്ന് നോക്കണം കേട്ടോ. കാരണം ടൈപ്പ് എ എന്ന് പറയുന്നത് ഫ്ലാറ്റ് എൻഡ് ആണ്, ടൈപ്പ് സി എന്ന് പറയുന്നത് കോണിക്കൽ എൻഡ് ആണ്. അപ്പൊ കോണിക്കൽ എൻഡ് ആണ് ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ടൈപ്പ് സി. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? പഠിക്കണേ. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ 38 മാർക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ. ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എല്ലാ പോയിന്റുകളും പഠിക്കണം. സിവിലിന്റെ മോക്ക് ടെസ്റ്റ് ആരെങ്കിലും ചെയ്യലുണ്ടോ? അത് നിമിയുടെ ബുക്ക് വെച്ചിട്ട് തന്നെ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ്. What is the main purpose of a foundation board? ഫൗണ്ടേഷൻ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാണ്? കുഴപ്പമില്ല, ഇതിന് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് അടുത്ത് ചെയ്താൽ മതി. മെല്ലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ മതി. What is the main purpose of a foundation board? To connect two rotating shafts to secure machines to the foundation, to transmit torque between shafts, to provide alignment to bearing.
മെഷീനെ ഫൗണ്ടേഷനിലേക്ക് സെക്യൂർ ആയിട്ട് ഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഫോൾട്ടിന്റെ പ്രാഥമിക ധർമ്മം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇനി കുറച്ച് ഘടിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. ഏതാണ്? IS 5624/1970 how many types of foundation boards are designated? ഏത് വരും? നമ്മൾ കുറച്ച് ലെറ്റർ പഠിച്ചു, സ്റ്റാൻഡേർഡ് ടൈപ്പ് അല്ലെ? സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കുറച്ച് ഇമേജുകൾ പഠിച്ചിട്ട് ABCDEF വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലേ? എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? സിക്സ് ടൈപ്പ് അല്ലേ? 23B 6 types. Okay, there are 6 standard types of foundation board. Designated type A, B, C, D, E, and F. ഓർത്തിരിക്കുക, 6 standard. Next, what is the distinctive shape of rank foundation board? Cylindrical with a round head, rectangle pyramid with a round shank, square shank with a double head, tapered conical body. What is the distinctive shape of a rack foundation board? ഏതാണ്? റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡ് പോലെ ഉണ്ടാവും. എന്നിട്ട് ആ പിരമിഡിലാണ് നമ്മൾ റാഗുകൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ? സിമ്പിൾ. Rectangle pyramid with a round shank will be the right answer in the case of rack foundation. Okay. Next question. How can a Lewis foundation board be easily withdrawn from concrete? By melting lead around it, by removing the jib head key first, by hammering the board upward, by rotating the quarter pin. Number 25. കാരണം നമുക്കറിയാം ഈ ലൂയിസ് ഫൗണ്ടേഷൻ ഈസ് അസോസിയേറ്റ് വിത്ത് എ ജിബ് ഹെഡ് കീ. ജിബ് ഹെഡ് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടി പെട്ടെന്ന് നിൽക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് കീ ആണ് ജിബ് ഹെഡ് കീ എന്ന് പറയുന്നത്. ലൂയിസ് ഫൗണ്ടേഷനിലാണ് ജിബ് ഹെഡ് കീ ഉള്ളത്. ബൈ റിമൂവിംഗ് ദ ജിബ് ഹെഡ് കീ ഫസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് വിഡ്രോവലിന്റെ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. In which foundation board is molten lead or sulfur poured around the board for fixing? I board, quarter board, rack board, Lewis board. നമ്മൾ എവിടെയാണ് ലെഡ് ഓർ സൾഫർ യൂസ് ചെയ്യുന്നത്? അത് കഴിഞ്ഞ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷൻ ബോർഡ് തിരിച്ചെടുക്കുന്ന മെത്തേഡ് ഉണ്ട്. ഏതായിരുന്നു അത്? ഏതായിരുന്നു? റാക്ക് ബോൾട്ട് തന്നെയായിരുന്നു. റാക്ക് ബോൾട്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. According to IS 813/1986, how many main types of welded joints are there? 3, 4, 5 or 6? 3, 4, 5, 6. എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു? പ്രധാനമായും 5 ടൈപ്പ് ഓഫ് ജോയിന്റുകളാണ് വെൽഡഡ് ജോയിന്റ്സിൽ നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ബട്ട്, ലാപ്പ്, ടീ, കോർണർ ആൻഡ് എഡ്ജ്. ഏതൊക്കെയാ പഠിച്ചേ? ബട്ട്, എൻഡ് ടു എൻഡ്. ലാപ്പ്, ഒന്നിന്റെ മുകളിൽ ഒന്ന് അല്ലെ? ടീ, കോർണർ, എഡ്ജ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ആരോ ലൈൻ ഇൻ എ വെൽഡിംഗ് സിംബൽ ഡ്രോയിങ്? വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് വെൽഡിംഗ് സിംബൽ ഇൻഡിക്കേറ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ കാണിക്കാം എന്നുള്ളത്. ആരോ ലൈൻ എന്താണ്? ആരോ ലൈൻ സൈഡ് ഓഫ് ദി ജോയിന്റ് ടു ബി വെൽഡ് അല്ലെ? പൊസിഷൻ അല്ല, ടൈപ്പ് ഓഫ് വെൽഡ് അല്ല, തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് അല്ല. ആരോ പറയുന്നത് സൈഡ് ഓഫ് ദി ജോയിന്റ് ടു ബി വെൽഡഡ് ആണ്. നെക്സ്റ്റ്. വാട്ട് ഈസ് in the standard welding representation, what does a reference line indicate? Weld position and type, position of the welder, depth of the weld groove, metal thickness. Reference line. Reference line. ഇതിന് വേണ്ടിയിട്ടാണ് വെൽഡ് പൊസിഷൻ ആൻഡ്
weld position and type. Next, which type of weld surface is represented by straight line symbol? Concave, convex, flat, bead. ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്ലാറ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ഇമേജ് ആൻസർ ഇട്ടുന്നുള്ളൂ, ഫ്ലാറ്റ്. ഓക്കെ. What does the dashed line 2B in a welding symbol drawing represent? ഇത് നമ്മുടെ ഡ്രോയിങ്ങിൽ സാധാരണ രീതിയിൽ ഈ 2B ലൈൻ അങ്ങനെ കൊടുക്കാറില്ല, ഡാഷ് ലൈൻ അങ്ങനെ കൊടുക്കാറില്ല. ജസ്റ്റ് അമേരിക്കൻ സിസ്റ്റം പ്രകാരം നമ്മൾ മുകളിലും താഴെയായിട്ട് നമ്മൾ അന്ന് പറഞ്ഞ പോലെ കൊടുക്കുക ചെയ്യാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ അണ്ടറിൽ ഇതിന് പകരം ഇതുപോലെ തന്നെ ഒരു ലൈനും കൂടി ഇട്ട് കൊടുക്കുന്നു, 2B എന്ന് പറഞ്ഞത്. അതായത് ഈ റെഫറൻസ് ലൈനിന്റെ താഴെ ലൈൻ ഇട്ട് കൊടുക്കുന്നു. അതാണ് നമ്മൾ എന്താണ് പഠിച്ചത്, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി വെൽഡ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി വെൽഡ്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഡാഷ് ലൈൻ 2B എന്ന് ഉദ്ദേശിക്കുന്നത് റെഫറൻസ് ലൈനിന്റെ താഴെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ലൈൻ ഫോർ ദി ഓപ്പോസിറ്റ് സൈഡ് നോട്ട് ചെയ്യാം, നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പൊ ഈ ഡാഷ് ലൈൻ വരയ്ക്കുന്നത് റെഫറൻസ് ലൈനിന്റെ താഴെയാണ് മീൻ ചെയ്താൽ നമുക്കത് ക്ലിയർ ആയി. What does an elementary welding symbol represent? What does an elementary welding symbol represent? The strength of the welded joint, the general shape of the welded to be made, the type of electrode used, the position of welding. Elementary symbol എന്താണ് മീൻ ചെയ്യുന്നത്? ജനറൽ ഷേപ്പ് ഓഫ് ദി വെൽഡ് ടു ബി മെയ്ഡ് അല്ലെ, ജനറൽ ഷേപ്പ് മാത്രമാണ് എലമെന്ററി സിമ്പിൾ കൊണ്ട് പറയുന്നുള്ളൂ. അതിന് കൂടെ നമ്മൾ ഒരു സിമ്പിളോടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏതായിരുന്നത്, സപ്ലിമെന്ററി വെൽഡിംഗ് സിമ്പിൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? To indicate metal type, to specify electrode size, to provide additional information about the weld form and finish. Okay, C will be the type. ഓക്കെ, ഇപ്പൊ ഏകദേശം നമ്മൾ 3-4 ടോപ്പിക്കിൽ നിന്ന് റാൻഡം ആയിട്ട് പിക്ക് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. ഇപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 33 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തതിൽ ഒരു 30+ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? 30-ൽ കൂടുതൽ. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിയാൽ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം, കുഴപ്പമില്ല, നമുക്കൊന്ന് സ്കോർ ചെയ്തെടുത്താൽ മതി. IS കോഡുകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് നമ്പർ തെറ്റിപ്പോകും. അത് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്, എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. കാരണം പഠിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ എന്ത് കാണിക്കുന്ന ഒരു കുഴപ്പമുണ്ടാവരുത്. അത് പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കണം. ഇപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വരാറുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിന്റെ പരീക്ഷയിൽ ഞാൻ കണ്ടാകുന്നു. ജസ്റ്റ് ഒരു 2 വാക്ക് ഇതെന്താ അതിന്റെ ഫുൾ ഫോം എന്ന് മാത്രമേ, ഇത് സീവർ പൈപ്പ് പോയി, അതായത് SW എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. അന്നേരം എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരെ കയറി വരാറുണ്ട്, ഓർത്തിരി. ഓക്കെ, സീവർ പൈപ്പിന്റെ ഫുൾ ഫോം അങ്ങനെ എന്താണെന്ന് എനിക്ക് തോന്നുന്നു, ഏതോ ഒരു ഫുൾ ഫോം അതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് ആരും അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു ലൈനായിരിക്കും, അത് വരെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാരണവശാലും എന്തുണ്ടാവരുത്, ഒരു ഷോർട്ട് പിന്നെ ഉണ്ടാവരുത്, മനസ്സിലാക്കി വെക്കുക. പാരലായിട്ട് ബാക്കി സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത റിവിഷൻ സെക്ഷൻ ഏതാണ് എന്ന് ഞാൻ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനെ കണക്കാക്കി കൃത്യമായി പഠിച്ച് മുൻപിൽ വരിക. ഓക്കെ, അപ്പോൾ ഞാനത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ.